സിനിമ ഒരു സ്വപ്നമായത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ ബാലേട്ടൻ്റെ മകൻ ഒരു സോപ്പ് പെട്ടിയിൽ ആ സോപ്പ് പെട്ടിയുടെ ഒരു ഭാഗം തുളച്ച് അതിലൂടെ ടോർച്ച്, ബാറ്ററി ടോർച്ച്, ഇന്നിപ്പം കാണാൻ തന്നെ ഇല്ല, ആ ബാറ്ററി ടോർച്ച് കടത്തി വിട്ടുകൊണ്ട് അതിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ അപ്പുറത്ത് ഒരു സ്ക്വയർ വെട്ടി അവിടെ ഒരു 10 പൈസയുടെ ഫിലിം വെച്ചിട്ട് കൈകൾ കൊണ്ട് ചലിപ്പിക്കുമ്പോൾ അത് ചുമരിൽ വരുന്ന പ്രകാശത്തിനനുസരിച്ച് ആ ചെറിയ ഒരു നിഴൽ, ആ നിഴലിൽ നിന്നാണ് സിനിമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നത്. പിന്നെ ആദ്യമായി കണ്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ നിന്ന് കണ്ട പടം എന്ന് പറയുന്നത് നരസിംഹമാണ്. അതിനുശേഷം വല്യേട്ടൻ. ഇതൊക്കെ എൻ്റെ മനസ്സിൽ, എൻ്റെ ഈ കുഞ്ഞു മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു പ്രകമ്പനമായി നിലനിന്നു എന്നുള്ളതാണ്. കാലം കുറേ കടന്നുപോയി. സിനിമാ രംഗത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്ന ഞാൻ ഒരുപാട് ചതികളും ഒരുപാട് പ്രയാസങ്ങളും നേരിട്ടു. അവസാനം സ്വന്തമായി ഒരു സൃഷ്ടി പപ്പൻ പെട്ടു. അതിനുശേഷം നാളിതുവരെ ആയിട്ട് ഒരുപാട് സൃഷ്ടികൾ ചെയ്തു. ചിലതൊക്കെ പുറംലോകം കാണാൻ ഇനിയും ഇരിക്കുന്നു, ചിലതൊക്കെ പുറംലോകം കണ്ടു. വിജയമോ പരാജയമോ എന്തെന്നാലും ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും, ഒടയോൻ്റെ വെട്ടോലയ്ക്ക് ചേരുന്നത് വരെ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത് അകലാപ്പുഴ. ഓളങ്ങളും തീരങ്ങളും തഴുകി ഒഴുകി വരുന്ന അകലാപ്പുഴ. അകലാപ്പുഴയുടെ ഓളങ്ങളിൽ ഞങ്ങൾ 2 ദിവസമുണ്ടായിരുന്നു ഒരു ചെറിയ സിനിമ ചെയ്യാൻ. ചെറുതാണെങ്കിലും അകക്കാമ്പുള്ള നല്ല ഒരു ഒന്നാന്തരം സിനിമ. സമൂഹത്തിന് ഗുണം തരുന്നതേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ഈ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ മൂലം എൻ്റെ ആർട്ടിസ്റ്റുകൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു പോരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ക്യാമറമാൻ എന്നെ പുകഴ്ത്തി 1-2 വാക്കുകൾ സംസാരിച്ചു. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. പുകഴ്ത്തിയതല്ലോ, യാഥാർത്ഥ്യമാണ്. സ്നേഹിക്കാൻ മാത്രമേ എനിക്കറിയൂ. ആരെയും ഞാൻ ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല. പുതുമയാർന്ന ഒരുപാട് മുഖങ്ങൾ വന്നു. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്നോ പരിചയപ്പെടേണ്ടതായ 1-2 വ്യക്തിത്വങ്ങൾ. ഒന്ന് അലി അരങ്ങാടത്ത്. ഒട്ടനവധി നാടകങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്ത് സ്വന്തം നാടകങ്ങൾ രചിച്ച് സ്വന്തം പല സൃഷ്ടികളും രചിച്ച വ്യക്തിത്വം, നല്ല മനസ്സിനുടമ അലി അരങ്ങാടത്ത് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ ഈ പ്രൊജക്റ്റിലുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഈ കാണുന്നത് എന്താണെന്നറിയോ? നാട്ടുകാരുടെ സന്തോഷമാണ്. ആദ്യമായിട്ടാണ് അകലാപ്പുഴയിൽ വെച്ച് ഒരു ഷൂട്ട്. അവരുടെ സന്തോഷം ഒന്ന് പറയേണ്ടത് തന്നെയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ സഹായിച്ച് ഞങ്ങളോട് സഹകരിച്ച് നിന്ന പ്രിയപ്പെട്ട നാട്ടുകാർ. എന്തായാലും നാട്ടുകാരുടെ ഒരുപാട് സ്നേഹം, നന്ദി, കടപ്പാട് അതെന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കും. ഒരു വണ്ടി വേണം. അപ്പുറത്ത് വെറുതെ മീൻ പിടിക്കുന്ന ഒരു ഏട്ടനുണ്ട്. നമുക്ക് വണ്ടി റെഡിയാക്കടാ, നീ കാര്യങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ സ്നേഹം. ഈ കാണുന്ന വ്യക്തിയില്ലേ, വെറുതെ മീൻ പിടിക്കും, എന്നിട്ട് വെറുതെ ആർക്കെങ്കിലും കൊടുക്കും. വല്ലാത്തൊരു മനുഷ്യൻ, വല്ലാത്തൊരു പഹയൻ തന്നെ കേട്ടോ. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടാൽ ഞാൻ തന്നെ അന്താളിച്ചു പോയി. പോരുമ്പോൾ എന്നോട് ചോദിച്ചു, മീനുണ്ട് കൊണ്ടുവന്നോ? ഞാൻ പറഞ്ഞു, വേണ്ട ഏട്ടാ, നിങ്ങൾ കുറേ നേരമായില്ലേ പിടിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ചോ. ഇല്ല മോനെ, ഞാൻ കറി വെക്കില്ല, ഇതെൻ്റെ ഒരു ടൈം പാസ്സാണ്. വളരെ നല്ലൊരു വ്യക്തിത്വം. ഒരുപാട് സഹായം ഞങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും കിട്ടി. ഈ സിനിമയുടെ കഥ പ്രിയപ്പെട്ട ടീച്ചർ എന്നോട് പറയുമ്പോൾ എനിക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. ഒരു തുട്ട് നാണയം പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ നാണയങ്ങളൊക്കെ നാണയ പെരുമഴയായി എന്നിലേക്ക് വന്നു. എല്ലാം വളരെ ഭംഗിയായി നടന്നു. വലിയ വലിയ സിനിമാ സെറ്റിലുകളിൽ പോലും
ഉള്ളതിനെക്കാട്ടും നല്ല ഭക്ഷണവും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ കൊടുത്തു. ഒപ്പം നല്ല ശകാരവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവർ നാളെ വേറെ ഏതെങ്കിലും സെറ്റിൽ പോയാൽ അരുൺ കാലിക്കറ്റിൻ്റെ സെറ്റിൽ നിന്ന് വന്നാന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായ കാര്യങ്ങൾ അവർ പഠിച്ച് മുന്നോട്ട് പോകണം. ഞാനും ഇങ്ങനെയൊക്കെയാണ്. സിനിമ അഭിനയം എന്ന മോഹവുമായി ആദ്യം ചെന്നുപെട്ടത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ചെന്നുപെട്ടതോ ഒരു ഫേക്ക് ഓഡീഷൻ. അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നാലെ പോയിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കയ്യിൽ കുടുങ്ങിയ ചരിത്രം വരെ എനിക്കുണ്ട്. വെറും ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്ന യേശുവായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഭിക്ഷക്കാരൻ വരെ തോറ്റുപോകുന്ന ഭിക്ഷക്കാരൻ്റെ അഭിനയം വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ത്യാഗോജ്ജലമായ കടമ്പകൾ കടന്നു വന്നിട്ടാണ് സിനിമ എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ചത്. ഇന്ന് എല്ലാവരും സ്നേഹിക്കുന്നുണ്ടോ വെറുക്കപ്പെടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ സിനിമ ഒരു മാറ്റം തന്നെയായിരിക്കും. അല്ല, നിങ്ങളോട് ചോദിക്കുന്നത് വേറെയാണ്. ഞാൻ എന്താ നല്ല ഫുഡാണോ എന്ന് ചോദിച്ചപ്പോ അത് പൊളിയാണെന്ന് പറഞ്ഞു. മറ്റേ കുട്ടിയോടാണെങ്കിൽ അവള് പാട്ടിലൂടെയാണ് അഭിപ്രായം പറഞ്ഞത്. മാസാണ്. എനിവേ